every language has a limited number of speech sounds. Next feature. Okay, ഇപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 44 സ്പീച്ച് സൗണ്ട്സേ ഉള്ളൂ. അതിനെ റീഅറേഞ്ച് ചെയ്തും അറേഞ്ച് ചെയ്തും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വാക്കുകളും പുതിയ സ്ട്രക്ചറും പുതിയ സെൻറ്റൻസസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ആൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ലാംഗ്വേജ് ക്യാൻ ഓൾസോ ബി ലിസ്റ്റഡ്. നമുക്ക് ഡിക്ഷണറിക്കകത്ത് ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് എന്നുള്ളത്, നമുക്ക് എത്ര നമ്പർ ഓഫ് ഹൗ മെനി വേർഡ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നമ്പർ കിട്ടും അല്ലേ. എവറി ലാംഗ്വേജ് ഹാസ് സർട്ടൻ പ്രിൻസിപ്പിൾ or certain principles according to which its elements combine in different ways. But if you look at the sentences, number of sentences, can you list that number of sentences? English le itra number of sentences maatrame ullu ennu parayan pattuvo? Illa. Itra speech sounds e ullu ennu parayan pattum. 44 speech sounds e ullu ennullathu namukku തീർച്ചയായിട്ടും പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് വേർഡ്സേ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളൂ എന്നുള്ളത് നമുക്ക് ഓഫ് കോഴ്സ് ഇവോൾവ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കൂടി നമുക്കൊരു ഒരു ഒരു ഐഡിയ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് ആണ്, അപ്രോക്സിമേറ്റ് ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് ആണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ളതെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു സെൻറ്റൻസ് ഇത്ര നമ്പർ ഓഫ് സെൻറ്റൻസസ് മാത്രമേ ഒരു ഭാഷയിലുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. So every language, that's what I was saying, every language has certain principles, certain ways, certain rules according to which its elements combine in different ways, and a knowledge of this set of principles enable us or help us or the speaker to produce grammatical sentences which has never been uttered before, and a listener to understand them. So when I have an understanding of the grammar or the structure of or these principles of English language, I can create different structure which is grammatically correct and which perhaps may not have been uttered by another person. നമ്മളിപ്പോൾ പോയം എഴുതുന്നു, ഒരു പോയട്രി എഴുതുമ്പോൾ, കവിത എഴുതുമ്പോൾ നമ്മൾ വേറൊരാൾ എഴുതി അതേപോലെ അല്ലല്ലോ എഴുതുന്നത്. നമ്മളുടെ മനസ്സിൽ വരുന്ന ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ചിന്തകളെ നമ്മൾ അതിനെ വാക്കുകളാക്കി അത് ഒരു നല്ലൊരു സ്ട്രക്ചറാക്കി ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആക്കിയിട്ടല്ലേ നമ്മളതിനെ ഒരു പോയറ്റിക് ഇതാക്കുന്നത്, കമ്പോസിഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. വിച്ച് ഇസ് നെവർ ബീൻ യൂസ്ഡ് ബൈ സംബഡി എൽസ്, അതർവൈസ് ഇറ്റ് വിൽ ബി കോപ്പിയിങ് സംബഡി എൽസസ് പോയം. പ്ലജറിസത്തിന് നമ്മൾക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സർട്ടൻ റൂൾസ്, സർട്ടൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാമർ, of structure of these languages, and we are able to arrange and rearrange, to create sentences, to create a structure that has perhaps never been uttered before and is perhaps new to the listener. The listener is also reading it for the first time, but he is able to comprehend it because the listener also knows the complexity, or the listener also knows the set of rules and regulations of language. Okay, അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്, ദിസ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ക്രിയേറ്റിവിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി. നമ്മൾ പറയാറില്ലേ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും എഴുതുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കുക എന്നൊക്കെ. അപ്പോൾ ഇതിന് ലാംഗ്വേജിനും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പുതിയൊരു കവിത എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുന്നത്, നല്ലൊരു എസ്സേ എഴുതുന്നത്? Because we have an understanding of these set rules, set principles in language, or we have an understanding of the structure of of the language that we are using.
അപ്പോൾ ഒരു ലിസ്ണറിന് അതെന്തുകൊണ്ടാണ് അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു നല്ലൊരു ഒരു ടോപ്പിക്കാണെന്ന് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ റൈറ്റർ ഹാസ് യൂസ്ഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് നെവർ ബീൻ അട്ടേർഡ് ബിഫോർ ബൈ സംബഡി എൽസ്. അതർവൈസ് ദ ലിസ്ണർ വിൽ ഡെഫിനറ്റ്ലി സേ, ഓ ഇറ്റ് ഈസ് ലൈക്ക് he has copied from somebody else. അല്ലേ? Why is the listener able to understand, to comprehend, as well as to enjoy it? Because it is new. It is not produced by somebody else. It is a creative thing. It is something that is not uttered by somebody else. അല്ലാതെ മനസ്സിലാക്കാത്ത ഒരു സംഭവം അല്ല ഇവിടെ എഴുതി വെക്കുന്നത്. It is not nonsense that the person has written. The person has a very good understanding of the rules and regulations of the language, and he mixes or arranges and rearranges like we studied earlier, arranging and rearranging words to produce new words, to produce new vocabulary, to produce new sound. So that is called what the property of language. This property of language is referred to as creativity or productivity. Okay, so creativity as a linguistic term means that any human being can construct and understand new sentences in his language which have never been used or uttered before. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണൊരു നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നല്ലപോലെ അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ മലയാള ഭാഷ നന്നായിട്ട് അറിയാം, നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്നു, കുറച്ച് നന്നായിട്ട് അതിൻ്റെ ഗ്രാമറും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ച സമയത്ത് നന്നായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, വൊക്കാബുലറി അർത്ഥം കടുകട്ടി വാക്കുകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ എം ടിയുടെ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ബഷീറിൻ്റെ കഥകൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് you may not have a complete understanding of how the understanding that MT has, but you have a basic understanding of the language, of the Malayalam language, of the structure of the Malayalam language, of the principles of Malayalam language, and therefore you are able to comprehend what MT has written or what Bashir has written, which has never been uttered by somebody else before, which is new. അപ്പോൾ ക്രിയേറ്റിവിറ്റി, ലിംഗ്വിസ്റ്റിക് ടേംസിൽ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് the ability of a human being both to construct as well as to understand also. It's not just constructing alone but also understanding new sentences in his language which have never been uttered before. So new items of vocabulary also can be added. അല്ലേ? ഇപ്പം നമ്മൾക്ക് ഈ കിട്ടിയ വൊക്കാബുലറിയൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടുള്ളതും ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. അല്ലേ? ഇപ്പം ഈ കൊറോണ എന്നുള്ള വാക്ക് തന്നെ ഇറ്റ് എക്സിസ്റ്റഡ് ബിഫോർ, ബട്ട് നൗ ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ പാൻഡമിക്, റൈറ്റ്? ഇറ്റ് ഈസ് ബീൻ ഗിവൺ എ ഡിഫറെൻറ്റ് നെയിം. ഇപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിന് എന്താ ഇപ്പോൾ പറയുന്നത്? ബ്രഞ്ച്. ഇപ്പോഴല്ല, അതിനെന്താണ്? ഇറ്റ്സ് പോർട്ട്മാൻറ്റോ വേർഡ്. ഇറ്റ് ഈസ് കോൾഡ് ബ്രഞ്ച്. അപ്പോൾ അതൊരു പുതിയ ടേമാണ്. ആരോ അത് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കെയിം സോ പോപ്പുലർ ദാറ്റ് എവറിബഡി സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്, റൈറ്റ്? There are also some terms that are used, we have taken from the internet words. There are several, WhatsApping is a word. WhatsApping is a new term, a new vocabulary because of the internet, because of the usage of WhatsApp. So പുതിയ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ആ പുതിയ വൊക്കാബുലറി നമുക്കിപ്പോൾ ഓരോ വാക്കുകളും സ്പീച്ച് സൗണ്ട്സ് അറേഞ്ച് ചെയ്യുകയും റീഅറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ പുതിയ പുതിയ വാക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ വാക്കുകൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തും അറേഞ്ച് ചെയ്തും
നമുക്ക് എത്രയോ സെൻറ്റൻസസ്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് വേറെ ആരും നമുക്ക് നല്ല പ്രിൻസിപ്പിൾസ്, ഒരു ലാംഗ്വേജിൻ്റെ പ്രിൻസിപ്പിൾസ് നന്നായിട്ട് അറിയാമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഈ ന്യൂ ഐറ്റംസ് ഓഫ് വൊക്കാബുലറി വിച്ച് ഇസ് ക്രിയേറ്റഡ് ഇൻ ലാംഗ്വേജ് is one reason as to why we say that language is an open-ended system. It is not a closed system where you say, okay, stop, we cannot create any more words, any more sentences, any more meanings. As I told you, ഇപ്പോൾ പുതിയ ഇൻ്റർനെറ്റ് ടേംസ് ഒക്കെ വന്നു തുടങ്ങി അല്ലേ? അങ്ങനെ ഓരോ എവല്യൂഷൻസ്. ഇപ്പം നമ്മൾ പഴയ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും എത്രയോ മാറി, മിഡിൽ ഇംഗ്ലീഷ്, പിന്നെ മോഡേൺ ഇംഗ്ലീഷ് തന്നെ ഷേക്സ്പിയറിൻ്റെ സമയത്ത് മോഡേൺ ഇംഗ്ലീഷാണ്, ഓസറിൻ്റെ സമയം മുതലേ അത് മോഡേൺ ഇംഗ്ലീഷാണ്. പക്ഷേ അത് ഷേക്സ്പിയറിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഒന്നും കൂടെ മോഡേൺ ആയി. ഷേക്സ്പിയറിൻ്റെ സമയത്തിൽ നിന്ന് മിൽട്ടൻ്റെ സമയത്തെപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. മിൽട്ടനിൽ നിന്നും അത് റൊമാൻറ്റിക് പീരീഡ് ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷായി മാറി. മിൽട്ടൻ്റെ അത് വിക്ടോറിയൻ പീരീഡിലെത്തിയപ്പോൾ അതിന് വ്യത്യാസമായി. അതിൽ നിന്ന് മോഡേൺ പീരീഡിലെത്തിയപ്പോഴത്തേക്ക് ഇത് വേൾഡ് വാർസിൻ്റെ ആ ടൈമിലുള്ള മോഡേൺ പീരീഡ് എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന ആ ടൈം എത്തിയപ്പോഴത്തേക്കും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷയായി മാറി. അതിപ്പോഴത്തെ ഇൻ്റർനെറ്റ് യുഗം വന്നതോടെ അതിലെത്രയോ പുതിയ വാക്കുകളായി ചേരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജ് ഒരു സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഈസ് ഇവോൾവിങ്. ഇറ്റ് ഈസ് ഓൾവേസ് അണ്ടർ ദ ചേഞ്ച് ഓർ എവല്യൂഷൻ, ചേഞ്ച് ഓർ പ്രോസസ് ഓഫ് ചേഞ്ച്. Okay, so new vocabulary comes up not every day but over the period of time, right? So that is why we say that language is an open-ended system. അപ്പോൾ ക്ലിയർ ആണോ? ക്രിയേറ്റിവിറ്റി എന്താണ്, പ്രൊഡക്ടിവിറ്റി എന്താണ്? ലിംഗ്വിസ്റ്റിക് ടേംസിലെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി അക്കോർഡിംഗ് ടു ലിംഗ്വിസ്റ്റിക് ടേം? ലിംഗ്വിസ്റ്റിക് ടേം അനുസരിച്ച് ക്രിയേറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് to construct and also to understand new sentences in his language, whichever language he knows. If he is very good in English, then English language. If he is very good, if he knows Malayalam as much as he knows English, then that. If he is able to understand French the same way, then that. All these languages, if he is able to create as well as understand new sentences in the language which has never been uttered before, then that is creativity or productivity. And when new items of vocabulary are added, we say that language is open-ended. Okay. അതെന്തുകൊണ്ടാണ്? ഒരു സെൻറ്റൻസിൽ തന്നെ, അത് മാത്രമല്ല, ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് എത്രയോ സെൻറ്റൻസസ് ആഡ് ചെയ്ത് പോവാം. നമ്മുടെ എന്താണ് കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലേ? I'll give you an example. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ദിസ് ഇസ് ദ ക്യാറ്റ് ദറ്റ് കിൽഡ് ദി റാറ്റ് ദറ്റ് എയ്റ്റ് ദി മോൾട്ട് ദറ്റ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ദാറ്റ് നമ്മുടെ ആ റിലേറ്റീവ് ക്ലോസ് ആയിട്ടുള്ള ദാറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ പോകുന്നു. ഓക്കെ അല്ലേ? By repeating the relative clause pattern, I am able to create a very long sentence. And this property of language, which allows sentences to be formed within other sentences, is called recursiveness. അപ്പോൾ എന്താണ് recursiveness? ഞാൻ ഓപ്പൺ എൻഡഡ് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു. ഓപ്പൺ എൻഡഡ് സിസ്റ്റം ഒരു പുതിയ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ലാംഗ്വേജ് ഓപ്പൺ എൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ലാംഗ്വേജിൻ്റെ റിക്കർസീവ്നെസ് എന്താണ്? ഒരു സെൻറ്റൻസിൽ തന്നെ ഒരുപാട് സെൻറ്റൻസസ് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നു. ഒന്നീ കൺജങ്ഷൻസ് ഉപയോഗിച്ച്, കൺജങ്ഷൻസ് ആൻഡ് അല്ലേ, ബിക്കോസ് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസസ്, ഫുൾ സ്റ്റോപ്പ് ഒന്നുകൂടാതെ ഒരുപാട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ വേറൊന്നായിട്ട് ഇങ്ങനെ മീനിങ്ങും അതോടെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അങ്ങനെ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് വലിയൊരു സെൻറ്റൻസ് ആക്കാൻ പറ്റുന്ന, ആഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റിക്കർസിവ്നെസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്,
the property of language which allows sentences to be formed within other sentences is called recursiveness. Clear? Now next is language is culturally transmitted. Language is not genetically transmitted. It is culturally transmitted. And ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. An English child brought up in Kerala, നമുക്കിനിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു കുട്ടീനെ ദത്തെടുത്ത്, അല്ലെങ്കിൽ അമേരിക്കക്കാർ ഇന്ത്യയോട് എത്ര ഇഷ്ടം തോന്നി ഇന്ത്യയിൽ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇന്ത്യയോടുള്ള ഒരു പ്രേമം കാരണം അല്ലെങ്കിൽ ഇഷ്ടം കാരണം ഇന്ത്യയിൽ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഒരുപാട് കഥകളി ഇഷ്ടപ്പെട്ട്, ഡാൻസും കൾച്ചറും ഇഷ്ടപ്പെട്ട് നമ്മുടെ കേരളത്തിനെ സ്വീകരിച്ച് സ്വന്തം നാടായി സ്വീകരിച്ച് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് there are Jews who speak Malayalam very well. There are so many English people who speak Malayalam well. So many people who have settled here. അവർക്കുണ്ടാവുന്ന അടുത്ത ജനറേഷനെ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ മലയാളം മാത്രം പഠിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ that English child, though it is an English child, will speak Malayalam beautifully, will automatically learn and speak Malayalam like a native speaker. നമ്മളെക്കാട്ടിലും നന്നായിട്ട് ചിലപ്പോൾ സംസാരിക്കും. അതെന്തുകൊണ്ടാണ്? Because they are used or they imbibe language from the community that they live. So is it genetically transmitted? By birth is it transmitted? By birth transmitted ആണെങ്കിൽ ഇംഗ്ലീഷ് ചൈൽഡ് ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മലയാളിയുടെ കുട്ടി മലയാളം അല്ലേ സംസാരിക്കുക. അമേരിക്കയിൽ പോയാലും ആ കുട്ടി മലയാളി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുട്ടിയാണെങ്കിൽ ദത്തെടുത്താൽ കൂടിയും ഈ കുട്ടി ബൈ ബർത്ത് ഇന്ത്യൻ ആണ് അല്ലേ. അപ്പം ഇൻബോൺ ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആണെങ്കിൽ ആ കുട്ടിയുടെ ഭാഷ ആയിരിക്കണമല്ലോ സംസാരിക്കുക. ഇതല്ല. The child language is something that is acquired, that is learned. It is not something that is genetically transmitted. It is culturally transmitted. Clear? Children acquire language of the community in which they grow. Thus, language is non-instinctive. It is culturally transmitted. Okay? All right. It is this ability itself is very unique, and it is not found in animals. ഒരു ഹ്യൂമൻ ബീയിങ്സിന് മാത്രമുള്ളൊരു യുണീക്കായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫാക്കൽറ്റിയാണ് അല്ലേ. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ language is largely a set of social conventions and traditions. Different social groups separated by geographical and cultural barriers have different set of linguistic conventions. The rules and principles governing each language are like the clauses of a mutual contract among the members of a linguistic community. The changes in these speech communities are reflected in their language also. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജിൻ്റെ തന്നെ ഒരു ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലാംഗ്വേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സംവെയർ ഇൻ സൈബേറിയയാണ്. ദ ബ്ലാക്ക് സീ, ആ ഒരു സ്ഥലത്തു നിന്നാണ് എല്ലാവരും ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് മൈഗ്രേറ്റിംഗ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഫോമിങ് ട്രൈബ്സിൽ നിന്നും ഗ്രൂപ്പ്സ് ഇങ്ങനെ മാറി അതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് സെറ്റിൽ ചെയ്ത് ലോകത്തിൽ എല്ലായിടത്തും പോയി സെറ്റിൽ ചെയ്തിട്ടാണ് നമ്മളുടെ അത് അപ്പോൾ ഒരു ആദ്യം ചിലപ്പോൾ ഒരു ഭാഷയെ ഹ്യൂമൻ ലാംഗ്വേജേ ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. ഈ ഭാഷയിൽ നിന്നും ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയി വേറൊരു സ്ഥലത്തോട്ട് പോയി ആ ഗ്രൂപ്പ് മാറി പോയപ്പോഴത്തേക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആ കൾച്ചറിൽ നിന്നും വിട്ട് വേറൊരു കൾച്ചർ അവർ സ്വീകരിക്കുകയും ആ കൾച്ചറിൽ ലാംഗ്വേജസിനും കുറച്ച് വ്യത്യാസം വന്നു അങ്ങനെയാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫോം ചെയ്തിട്ടുള്ളത്. ഒറിജിൻ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഒറിജിൻ ഓഫ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒറിജിൻ നിങ്ങൾ അത് PGയിൽ പഠിക്കും. ദി ഇൻഡോ ആര്യൻ റേസ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ പല ട്രൈബ്സിൽ നിന്നും അവരിങ്ങനെ വേറെ മാറി പോകുമ്പോൾ ആ കൾച്ചറിലും അവർ വ്യത്യാസം വരുന്നുണ്ട്.
കൾച്ചറിൽ വ്യത്യാസം വരുമ്പോൾ അവരുടെ ലാംഗ്വേജിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയിൽ അവരുടെ ചേഞ്ചസ് ഇൻ ദി കൾച്ചർ ഈസ് വെരി മച്ച് reflected in their language also. Okay, and language is also a set of habits. Acquisition of language is also like acquisition of other habits. It is not purely a habit formation alone. Again, അത് വെറും ഒരു ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. ലാർജ് എമൗണ്ട് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റി ഈസ് ഓൾസോ ഇൻവോൾവ്. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് കം ഹാബിറ്റ് ഫോർമേഷൻ, ഒരു ക്രിയേറ്റീവ് ആൻഡ് ഹാബിറ്റ് ഫോർമേഷൻ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ അതൊരു ഹാബിറ്റ് ആണ്. അല്ല, നമ്മളതിങ്ങനെ കേട്ട് നമ്മളതിൽ യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അല്ലാതെ ഒരു പ്രാവശ്യം ഇപ്പം നമുക്കൊരു തോന്നലുണ്ടായ സ്പാനിഷ് പഠിക്കണമെന്ന്, ആദ്യത്തെ 2-3 ദിവസം ഇരുന്ന് പഠിച്ചു, അത് കഴിഞ്ഞു ഒരു മാസം മുന്നോട്ട് പോയി, അതിൽ 2-3 വാക്കുകൾ പഠിച്ചു, പിന്നെ അതങ്ങോട്ട് വിട്ടു. അതൊരു ഹാബിറ്റ് ഇല്ല. You haven't created a habit of spending some time to learn a new language, so you can kind of tend to lose touch with that language and you don't learn it. So അവിടെ മെൻ്റൽ ഫാക്കൽറ്റി യു ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഓൾസോ. ഇറ്റ് ഇസ് എ ക്രിയേറ്റീവ്, നമ്മളുടെ മെൻ്റൽ ആക്ടിവിറ്റീസ് ഓൾസോ ഇൻവോൾവ് ഇൻ ഇറ്റ്. സോ വെറും ഒരു ഹാബിറ്റ് ഫോർമേഷനാണ്. എപ്പോഴും കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റുമെന്നുള്ള. ഇറ്റ് ഇസ് ലേൺഡ്, എക്വയർഡ് ആണ്. അക്വിസിഷൻ എന്നാണ്. അക്വിസിഷൻ മീൻസ് ലേണിംഗ്. കോൺഷ്യസ് ആയിട്ടിരുന്ന് പഠിക്കുന്നതിനെയാണ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. So it is like other habits also. So you have to get used to that language. You have to learn again English, how to learn English, how to speak English well. In order to speak English well, you have to get acquainted with English. You should make it a habit that you spend some time for English, to read some English books or read English newspapers or listen to English news. Only then you will be able to imbibe that language. So it is both a mental activity as well as a habit formation process. Okay, then another characteristics, another very important, അതുകൂടെ നമുക്ക് നിർത്താം. നമ്മൾ ആ ഡെഫിനിഷൻസിൽ പറഞ്ഞു പോയിട്ടുള്ള എല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാംഗ്വേജ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ലാംഗ്വേജ്. അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഒറ്റ ലാംഗ്വേജേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഗ്രൂപ്പ്സിൽ ഇങ്ങനെ ഒറിജിൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെതറി പലരും പല സ്ഥലത്തായിട്ടും ഇങ്ങനെ they would have been nomads in the beginning അല്ലേ. early people would have been nomads. they settled. ചില സ്ഥലത്ത് സെറ്റിൽ ചെയ്തു, ചിലർ ദൂരെ they started wandering. When you study the Neolithic and the Paleolithic age, the Neolithic age and all, you will understand that they were all tribes. They were all people who wandered and they settled in certain places, and the culture that they had, that shows in their language also. Okay, so language is subject to change. അതുകൊണ്ടാണ് നമുക്ക് ഈ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, ഐ ടോൾഡ് യു അബൌട്ട് ഓൾഡ് ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബാഹുബലിയിലെ ഭാഷ കേൾക്കുന്ന പോലെ ഇരിക്കും, ഒന്നും മനസ്സിലാവത്തില്ല. ബെയർവുൾഫ്, ദ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അനോണിമസ് written story in English literature. You will not understand anything. It is totally a different language പോലെ നമുക്ക് തോന്നും. And when it comes to the Middle English, the medieval times, you will have the Middle English, which is totally different, which you will have the combination of Scandinavian, combination of Celtic, Scandinavian, French, and also a lot of influence from Latin words, Greek words, all coming together, and you will find it in the Middle English. And then when it comes to Chaucer's period, of course, again there is a combination of all these things. You will find a lot of changes taking place in language in Chaucer's period. English becomes more comprehensible. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷയായി മാറി ചോസറിൻ്റെ സമയത്ത്. ഏതാ അത്? 14th സെഞ്ച്വറിയാണ്. 14th സെഞ്ച്വറിയിൽ മോഡേൺ പീരീഡ് തുടങ്ങുന്നതാണ്, മോഡേൺ ഇംഗ്ലീഷ് തുടങ്ങുന്നതാണ്. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷ്, ഇപ്പോഴത്തെ 21st സെഞ്ച്വറിയിലത്തെ ഇംഗ്ലീഷ്. അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ചേഞ്ചാണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടല്ല നിന്നിട്ടുള്ളത്, ഒരു എവല്യൂഷൻ
എവല്യൂഷനിലൂടെയാണ് പോയിട്ടുള്ളത്, ഡൈനാമിക്കായിട്ട് എവല്യൂഷനിലൂടെ, ചേഞ്ചസിലൂടെ, പുതിയ പുതിയ വൊക്കാബുലറിയിലൂടെ. ഷേക്സ്പിയർ തന്നെ നമുക്ക് എത്രയോ വാക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ത്രൂ ഹിസ് പ്ലേസ് സെവറൽ വേർഡ്സ് ഹി ഹാസ് ഗിവൻ അസ് so many words through his various plays. He has coined a lot of words. Okay, so angane namukku language is not static, it is subject to change. It is a very slow process, of course. വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒരു സംഭവമൊന്നുമല്ല, ഒരു സ്ലോ പ്രോസസ്സാണ്. ആദ്യത്തെ കുറച്ച് നാളുകൾ, ഒരു 10-20 വർഷമൊന്നും നമുക്കത് മനസ്സിലാവില്ല. ഇപ്പം മലയാള ഭാഷ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളം പണ്ടത്തെ മലയാളത്തിൽ നിന്നും എത്രയോ വ്യത്യാസമുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഭാഷ. മലയാളത്തിൽ തന്നെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. മലയാള ഭാഷയിൽ തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ റിട്ടൺ ലാംഗ്വേജിലായാലും സ്പോക്കൺ ലാംഗ്വേജിലായാലും ബോത്ത് യു ഹാവ് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ അവർ മലയാളം ലാംഗ്വേജ് ആസ് സച്ച്. പക്ഷേ അത് പെട്ടെന്നുണ്ടായിട്ടുള്ളതല്ല, സ്ലോ പ്രോസസ്സാണ്. 10, 20, 30 വർഷമൊക്കെ എടുത്ത്, അതിലും കൂടുതൽ, സംടൈംസ് ഇറ്റ് മേ ഈവൻ ടേക്ക് സെഞ്ച്വറീസ്. ആൻഡ് സോ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് കീപ്പിംഗ് ഓൺ ചേഞ്ചിങ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഓവർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. ഇറ്റ് ഈസ് നോട്ട് എ സഡൻ ചേഞ്ച്, ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്നും പറഞ്ഞ് അത് സ്റ്റാറ്റിക് ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് extendable and modifiable in several ways. Okay, അപ്പോൾ അത് അത്രയും ആണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ, ലാംഗ്വേജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ചെറിയതായിട്ട്, വലുതായിട്ടൊന്നുമില്ല, ഒറിജിൻ ഓഫ് ദി ലാംഗ്വേജിനെ പറ്റിയിട്ട് പഠിക്കും. പല തിയറീസ്, അല്ല ബൗ തിയറി, ഡിങ് ഡോങ് തിയറി, മ്യൂസിക് തിയറി, അങ്ങനെയൊക്കെ ഓരോ തിയറീസ് ഉണ്ട്. അപ്പം ആ തിയറീസൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ എക്സാമിന് വരുന്നതുമാണ്. അപ്പോൾ ഇതൊരു എസ്സേ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എസ്സേ ആയിട്ടാണ് ഓരോ വീഡിയോസ് സ്ട്രക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസും കൂടി ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് പോകുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ നോട്ട്സ്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നോട്ട് എഴുതിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, വീക്കെൻഡ്സിലായാൽ പോലും ഒരു നോട്ട്ബുക്ക് വയ്ക്കുക, അതിൽ നോട്ട് എഴുതി എടുക്കാൻ മറക്കരുത്. Okay, so thank you children, and I pray that you may keep safe. Don't go out unnecessarily because the pandemic is ഒരുപാട് പ്രശ്നങ്ങളാണിപ്പോൾ. കോവിഡ് മാത്രമല്ല, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ്, they are all terrifyingly terrible. They are fatal. So please take care of yourself and your family members. Don't go out unnecessarily. Thank you and keep safe.